അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മീനു. വരാപ്പുഴയിലാണ് വീട്. ഞാനിപ്പോൾ ഉള്ളത് UK-യിലാണുള്ളത്. അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2022 സെപ്റ്റംബർ 16 UK-ക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോയ ആളാണ്. ഞാൻ 2022 സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ UK-യിൽ പോയപ്പം ആസ് യൂഷ്വൽ എല്ലാവരെയും പോലെ തന്നെ എനിക്കും ജോലി കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മമ്മിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്, ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം മമ്മി ഇങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റിലെ തന്നെ. ഞാനപ്പോൾ മമ്മിയപ്പോൾ എനിക്ക് പ്രെയർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഉടമ്പടി പ്രാർത്ഥനയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റെഗുലറായിട്ട് ചെല്ലുമായിരുന്നു. UK ചെന്നിട്ട് ഞാൻ മോർ ദാൻ ഒരു 300 ആപ്ലിക്കേഷൻസ് എൻ്റെ ഫീൽഡിൽ, ഞാൻ അക്കൗണ്ടിങ് ഫീൽഡാണ് പഠിക്കുന്നത്, എൻ്റെ ഫീൽഡിൽ ഒരു 300+ ആപ്ലിക്കേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നിന് പോലും ഒരു ഇൻ്റർവ്യൂ പോയിട്ട് ഒരു റിജക്ഷൻ മെയിൽ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. സോ എൻ്റെ ഒരു കസിൻ ത്രൂ എന്നോട് പറഞ്ഞു, അവിടെ UK-യിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിനൊക്കെ ആപ്ലിക്കേഷൻസ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് ഈ ആപ്ലിക്കേഷൻ ഇട്ടതെന്ന് പോലും. പക്ഷേ ഈ ടൈമിലെല്ലാം ഞാൻ ഉടമ്പടി പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 19th ജൂണിൽ ഓൺലൈനായിട്ട് മമ്മി ഇങ്ങനെ നിർബന്ധിച്ച് ലാസ്റ്റ് ഞാൻ എന്നാൽ പിന്നെ എടുത്തേക്കാം എന്നുള്ള പ്രെയർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓൺലൈനായിട്ട് പോലും. 19th ജൂണിൽ 2023 ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അപ്പോഴേക്കും എനിക്ക് ഈ ആപ്ലിക്കേഷൻ, ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഇൻ്റർവ്യൂവിൻ്റെ മെയിൽ വന്നു. അപ്പം എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂ മെയിൽ വന്നപ്പോൾ ഞാൻ ഹാപ്പിയായി. കാരണം അവിടെ അതുപോലും കിട്ടില്ലാത്തത് കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ അവിടെ വെച്ചിട്ട് അതങ്ങ് നിർത്തിയായിരുന്നു. അപ്പോൾ ഈ ജൂണിൽ എനിക്ക് 19th ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ആ സമയത്ത് എൻ്റെ മമ്മീൻ്റെ അമ്മ UK-യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി ആ സമയത്ത് ഇവിടുന്ന് കാശുരൂപം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയുടെ അല്ലാത്ത നോർമൽ കാശുരൂപം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പ്ലസ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതിന് മുന്നേ ഉടമ്പടി തൈലം എടുത്തിട്ട് എനിക്കത് മമ്മി അതെനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് രണ്ടും ഉണ്ടായിരുന്നു. 22nd ജൂൺ 2023 ഇൻ്റർവ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഈ കാശുരൂപം പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് കൺഫേം ഒന്നും പറയാൻ പറ്റില്ല, കാരണം അത് ഗവൺമെൻറ് സർവീസ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ 22nd ഇൻ്റർവ്യൂ കഴിഞ്ഞു. 23rd തന്നെ എനിക്ക് മെയിൽ വന്നു, ഇൻ്റർവ്യൂ ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നത് UK-യിലെ ബ്രിട്ടീഷ് ആർമിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ടിട്ടും ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ പോയത് കൊണ്ടിട്ടും കുറേ സെക്യൂരിറ്റി ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അതൊക്കെ കുറേ പേപ്പർ വർക്ക്സ് വേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അവർ ഇന്ത്യയിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മീൻ്റെ പേര് മാറ്റിയതാണ്. മമ്മീൻ്റെ നേരത്തെ പേര് റീന KJ എന്നായിരുന്നു. പക്ഷേ എൻ്റെ പാസ്പോർട്ടിലുണ്ടായിരുന്ന വെച്ചാൽ പേര് റീന ജോൺസൺ എന്നായിരുന്നു. അപ്പം ഞാൻ ഈ PCC ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇട്ടപ്പം ഞാൻ റീന KJ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, റീന ജോൺസൺ കൊടുത്തില്ല. അപ്പം പാസ്പോർട്ടിലത്തെ റീന ജോൺസണും ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടത് റീന KJ എന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ എംബസി പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ടും രണ്ട് പേരായത് കാരണം. ഞാൻ അവിടെ കാശുരൂപം പിടിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആപ്ലിക്കേഷൻ ഇടാൻ പറ്റില്ല, അവർ പൊക്കോന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അവിടെ നിന്ന് കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഒരു എംപ്ലോയി വന്നിട്ട് ഞാൻ ഇറങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടുത്തെ എംപ്ലോയി വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് തന്നെ ഇപ്പം തന്നെ ആപ്ലിക്കേഷൻ ഇട്ടു, കാരണം അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എൻവലപ്പ് കൊടുക്കുന്നതിന് മുന്നേ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പൂശിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നോർമലി PCC ക്ലിയറൻസിനൊക്കെയും UK-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 to 14 വർക്കിംഗ് ഡേയ്സ് പിടിക്കും. പക്ഷേ ഇതെനിക്ക് വിതിൻ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇവിടെ PCC ക്ലിയറൻസ് കഴിഞ്ഞു. എനിക്ക് നാട്ടിൽ നിന്ന് UK-ക്ക് ആപ്ലിക്കേഷൻ തിരിച്ച് PCC സർട്ടിഫിക്കറ്റ് എനിക്ക് വന്നു. അപ്പോൾ ഞാനതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രോസസ്സ് അഗെയിൻ സ്റ്റാർട്ട് ചെയ്തു സെക്യൂരിറ്റി ക്ലിയറൻസിൻ്റെ. അപ്പോൾ ഞാൻ അവിടെ UK-യിൽ ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വെയിൽസിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കെയർ ഹോമിൽ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ അഡ്രസ്സ് ഇവിടെ സെക്യൂരിറ്റി ക്ലിയറൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തിനാ വെറുതെ കുറേ കോംപ്ലിക്കേഷൻസ് എന്ന് വിചാരിച്ചു. പക്ഷേ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്കവർ എൻ്റെ ഡേറ്റാസ് എടുത്ത് നോക്കുമ്പോഴേക്കും എനിക്ക് അവിടെ വെയിൽസിലൊരു അഡ്രസ്സ് ഉണ്ട് എന്ന് അവർ
കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹോൾ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് ജോലി കിട്ടാമെന്നല്ല പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റണം എന്നും പറഞ്ഞിട്ട് തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ സ്വപ്നത്തിലിങ്ങനെ അച്ഛന് ഇവിടെ ജോസഫ് അച്ഛൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, നീ സാക്ഷ്യം പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പം മമ്മീനോട് ഇത് പറയുകയും ചെയ്തു. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാക്ഷ്യം ഇങ്ങനെ അച്ഛൻ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ പ്രോസസ്സെല്ലാം അവിടെ ഡിലേ ആയിട്ട് നിൽക്കുമായിരുന്നു, സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അപ്പോൾ 28th എന്ന് പറയുന്ന ഒരു ഡേ ഞാനിങ്ങനെ ഡേറ്റ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി എനിക്കറിയില്ല എന്താ 28th എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ 28th കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മീനോടും ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു, പക്ഷേ ആർക്കും ഈ പറഞ്ഞ 28th കാര്യം അറിയില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോഴാണ് അറിയുന്നത് അഖണ്ഡ ജപമാല 2023 28th. അപ്പം ഏകദേശം ഒരു ഞാൻ കാണുന്നത് ഇത് കാണുന്നത് മൺഡേയിലാണ് കാണുന്നത്, സാറ്റർഡേ ആണ് ഈ അഖണ്ഡ ജപമാല ഉള്ളത്. ഞാൻ അന്ന് തന്നെ കയ്യിൽ കാശൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അന്ന് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തേഴ്സ്ഡേ വന്നിട്ട് തേഴ്സ്ഡേ ഈവനിങ് ഇവിടെ വന്നു. എന്നിട്ട് സാറ്റർഡേ ഞാനിവിടെ അഖണ്ഡ ജപമാലയ്ക്ക് വന്നു. അപ്പം എൻ്റെ ഓൾറെഡി അവിടെ സ്റ്റക്കായിട്ടിരിക്കുക, എൻ്റെ ഹോൾ പ്രോസസ്സ് അവിടെ സ്റ്റക്കായിട്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ജപമാല റാലിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടത്തിത്തായോ, ഇത്രയും ഇവിടെ വരെ എത്തിച്ചില്ലേ, മാതാവല്ലേ ഈ ആപ്ലിക്കേഷൻ ഇട്ടതുപോലെ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് ആക്കിത്തായോ എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ 10 ഡേയ്സിലേക്ക് വന്നത്, കാരണം എമർജൻസിക്ക് വന്ന കാരണം 10 ഡേയ്സിലേക്കാണ് വന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി പിറ്റേ ദിവസം എൻ്റെ മെയിൽ എന്ന് പറയുന്നത് ഹോൾ പ്രോസസ്സ് എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് വന്ന് ഓൺലൈൻ ഉടമ്പടി അല്ലാണ്ട് ഡയറക്റ്റ് വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ചെന്ന ഉടനെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന മെയിൽ ഹോൾ പ്രോസസ്സ് എഗെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ കെയർ ഹോമിലായിരുന്നു അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാനെന്താ റിസൈൻ ചെയ്യാനായിട്ട് Jan 1 ഞാൻ അവിടെ പറഞ്ഞു, കെയർ ഹോമിലെ മാനേജറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യുവാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കിരീടത്തിൻ്റെ ഉള്ളിൽ ഒരു എൻവലപ്പിൽ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ലെറ്റർ കണ്ടു. അപ്പം ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി ഒരു കിരീടത്തിൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ടിട്ട് ഞാൻ ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. അപ്പം ഞാനപ്പോൾ വിചാരിക്കുന്നത് ഇനി വേളാങ്കണ്ണി മാതാവിൻ്റെ ആണോ, അപ്പം പക്ഷേ ആ സെയിം കിരീടമല്ല. ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാണെന്നുണ്ടെങ്കിലും ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കേൾക്കുന്നത്, കാണാറില്ല, ഫോൺ നോക്കിക്കൊണ്ടല്ല ഇരിക്കാറുള്ളത്, കേൾക്കാറേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഈ കിരീടം ഉള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വന്ന് പ്രെയർ ഉടമ്പടി എടുത്തപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു കിരീടം തന്നെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ മമ്മീനോട് പറയുകയും ചെയ്തു, മമ്മി ഇത് തന്നെയാണ് എനിക്ക് കൺഫേം ജോലി കിട്ടും എന്നുള്ള കാര്യം കൺഫേമാന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ അതൊരു ഡിഫൻസ് ആയതുകൊണ്ടിട്ടും എല്ലാത്തിലും ഒരു കൺഫ്യൂഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് Jan 12 എനിക്ക് മെയിൽ വന്നു മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന്. ഞാൻ UK ആർമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻ്റ് ആയിട്ട്, ഇതാണ് എൻ്റെ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിലാണ്. എന്നിട്ട് എനിക്ക് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റിൽ ഉണ്ടായിരുന്നത് February 5 ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നത് UK ആർമിയിലാണ്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തേന്ന് പറയുന്നത് UK എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തേലും കള്ളന്മാരും ഇതൊക്കെ കൂടുതലുള്ളത് UK അപ്പം അവിടെ വെച്ചിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മറവിയുള്ള കൂട്ടത്തിലാണ്. ഞാനപ്പം എൻ്റെ ബാഗ് ട്രെയിനിൽ വെച്ചിട്ട് വർക്കിന് പോയ സമയത്ത് വീൽസിൽ ബാഗ് ട്രെയിനിൽ വെച്ചിട്ട് മറന്നുപോയി. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാനത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഈ ബാഗ് എൻ്റെ കയ്യിൽ കാണാനില്ലാണ്ടായപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് തന്നെ, കാരണം അത്രയും മറവിയാണ് എനിക്ക്. അത് കഴിഞ്ഞിട്ട് നോർമൽ കേസിൽ അവിടെ നിന്ന് തന്നെ എല്ലാവരും ഇങ്ങനെ കട്ടിട്ട് പോകുന്ന ടീമുകളാണ്. എന്നിട്ട് എനിക്ക് ഈ ട്രെയിനിൽ വെച്ചിട്ട് മറന്നു പോയിട്ട് ഞാൻ എഗെയിൻ എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അപ്പം അവിടെ ഒന്നും ട്രെയിനും ഇല്ല, ഒന്നുമില്ല. അത് ഞാൻ പോയി അന്വേഷിച്ചു, അവിടെ ഒന്നും കിട്ടാനില്ല. പക്ഷേ ആ ഇതിനകത്ത് ബാഗിൻ്റെ ഉള്ളിൽ എൻ്റെ അടുത്തൊരു ഉടമ്പടി പത്രം ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും കരുതും, ഒരെണ്ണം ഞാൻ എപ്പോഴും കരുതും, ആർക്കെങ്കിലും ആവശ്യക്കാർക്കുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കരുതും. അങ്ങനെ കൃപാസന പത്രം എപ്പോഴും ബാഗിൽ കരുതും. അപ്പോൾ അത് ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കാരണം കൺഫേം ആയിരുന്നു, എന്തായാലും എനിക്ക് കിട്ടും, എൻ്റെ ബാഗ് തിരിച്ചു കിട്ടും എന്ന് എനിക്ക് കൺഫേം ആയിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞു UK ആണ്, ഇത് ഇന്ത്യയല്ല, ഇന്ത്യയിൽ കിട്ടിയാൽ തന്നെ അത്ഭുതമാണ്, ഇവിടെ എന്തായാലും കൺഫേം കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അടുത്ത് അവിടെ നിന്ന് വെച്ചാൽ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈവനിങ്ങിലൊന്ന് വന്ന് നോക്ക്, ചിലപ്പോൾ കിട്ടിയാലായി എന്ന് പറഞ്ഞു. ഈവനിങ് ഞാൻ ചെന്നപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ ബാഗ് അവിടെ അവർ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നു. അത് മിറാക്കിൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കാരണം
കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന നാടാണ്. അവിടെ എൻ്റെ ബാഗ് ഇരുന്നേച്ചത് എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല, അത് മാതാവല്ലാതെ വേറൊരാളും കൊണ്ടുപോയിട്ട്. ഞാൻ ആ ട്രെയിനിൽ പോയപ്പോൾ തൊട്ടിട്ട് ഞാൻ പറയാം, മാതാവ് ട്രെയിനിൻ്റെ കൂടെ പോകും, എൻ്റെ ബാഗ് തിരിച്ചു കൊണ്ടെത്താം, അതിനകത്ത് എൻ്റെ കൃപാസന പത്രം ഉള്ളതാ, ഇവിടെ ഉള്ളവർക്ക് അതിനൊന്നും വിലയില്ല, എനിക്ക് തിരിച്ചു കൊണ്ടെത്താം എന്നെപ്പോഴും ഞാൻ ആ ഹോൾ ഡേ ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് അത് കിട്ടി. പിന്നെ അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തേത്, എനിക്ക് ഇറ്റലി പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് എന്നോട്ടോ ആഗ്രഹം തുടങ്ങിയതാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് വിസിറ്റിങ്ങിനാണെങ്കിലും പോകണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഈ പെരുന്നാളിന് കൂടണം, ഒരു വട്ടമെങ്കിലും പെരുന്നാൾ കൂടണം. കോവിഡ് ടൈമിലാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് തോന്നിയത്, കാരണം നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന കാരണം. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇറ്റലിക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇട്ടു. അപ്പോൾ നോർമലി എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളൊരു 5 ഡേയ്സിലേക്ക് ആപ്ലിക്കേഷൻ വിസ ഇട്ട, കാരണം ഫസ്റ്റ് ടൈമിൽ നമ്മൾ വിടുമ്പം 5 ഡേയ്സിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് 5 ഡേയ്സ് അടിച്ച് ഇറ്റലി വിസ തരുള്ളൂ. ഇറ്റാലിയൻ എംബസി അങ്ങനെയാണ് പൊതുവേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ, മാതാവേ എനിക്ക് അവിടെ വന്ന് എല്ലായിടമൊക്കെ ഒന്ന് കാണണം, ഒരു 10 ദിവസമെങ്കിലും മിനിമം വേണം എന്ന് പറഞ്ഞാണ് ഞാൻ വിസയ്ക്ക് ഇട്ടത്. എനിക്ക് 10 അല്ല 45 ദിവസമാണ് ഇറ്റാലി വിസ ഇപ്പം എനിക്ക് അടിച്ച് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പം ഏപ്രിലിൽ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് 12th പോവുകയാണ്. എന്നിട്ട് 21st തിരിച്ച് വരുന്നത്. അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. ഇതാണ് എൻ്റെ UK ആർമിയിലെ എൻ്റെ ID കാർഡാണ്. ദൈവം തന്ന, മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ഉടമ്പടി ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു. പള്ളിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞായറാഴ്ച പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന തൊട്ട് കാലുവേദന വരെ വന്നുകൊണ്ടിരുന്ന ടീമ. എനിക്ക് അത്രയും ഭയങ്കര മടിയാണ്. ഭയങ്കര മടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ മമ്മി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് തലവേദന, തല ഇറങ്ങുന്നു, കാലുവേദന, വയ്യ, എനിക്ക് വയറുവേദന, ഈ പറഞ്ഞ എല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് റെഗുലറായിട്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റി. ഇപ്പം ഞാൻ ആർമി ബേസിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടിട്ട് എനിക്ക്, കാരണം ഒരു 1.5 hour സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്, അവിടെ ബസ് സർവീസ് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് സാറ്റർഡേയ്സ് മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സാറ്റർഡേയ്സ് ഞാൻ എല്ലാ ഇതായിട്ടും റെഗുലറായിട്ട് പോകും. പിന്നെ ബൈബിൾ വായിക്കാനായിട്ടൊക്കെ എനിക്കെന്തോ സ്റ്റോറി ബുക്ക് വായിക്കുന്ന ഫീലാണ്. ലൈക്ക് അടുത്ത ചാപ്റ്റർ എന്താ, അടുത്ത പേജ് എന്താ, അടുത്ത ലൈൻ എന്താ, അങ്ങനെ അത്രയും ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അതാണ് ഞാൻ കൂടുതലായിട്ടും ഭയങ്കരമായിട്ടും ബൈബിൾ വായിക്കും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നേച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കെയർ ഹോമിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർമലി കെയർ ഹോമിൽ നമുക്ക് പണിയായിട്ടും എടുക്കാം, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും ജോലിയായിട്ട് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു ജോലിയാണ് കെയർ ഹോമിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എനിക്ക് അപ്പന്മാരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ നഖമൊക്കെ വെട്ടിക്കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവരതുപോലെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും എനിക്കൊരു വീക്കിൽ പറ്റിയില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എനിക്ക് കറൻ്റ്ലി ഞാൻ കെയർ ഹോമിലല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രീറ്റിലൊക്കെ ഇറങ്ങിയിട്ട് അവർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കലാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതിനും അതുപോലെ തന്നെ റെഗുലറായിട്ട് ബൈബിൾ വായിക്കാനായിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ന്യൂസ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൃപാസന ന്യൂസ് പേപ്പർ എനിക്ക് അവിടെ അവൈലബിൾ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എനിക്കിങ്ങനെ അത്രയധികം കൊണ്ടുപോകാനും പറ്റില്ല. കാരണം ഇപ്പോൾ ഈ മാസമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം മമ്മി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മന്തിലും മമ്മി ഉടമ്പടിയിൽ കൃപാസന ന്യൂസ് പേപ്പർ എടുത്തിട്ട് എനിക്ക് PDF ആയിട്ട് അയച്ചു തരും. അങ്ങനെ ഞാൻ വാട്സാപ്പ് ത്രൂ ആണ് എല്ലാവർക്കും ഇപ്പം അയച്ചു കൊടുക്കുന്നത്. പിന്നെ എനിക്ക് ഈ ജോലി കിട്ടിയത് കാരണം ഇത് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്, UK ആർമിയിലാണ്, ബ്രിട്ടീഷ് ആർമിയിലാണ്. അത് എന്ന് പറയുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യം ആയതുകൊണ്ടിട്ടായിരിക്കാം, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എല്ലാവരോടും പറയും എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കൃപാസന മാതാവില, എല്ലാവരും കളിയാക്കുമായിരുന്നു ആദ്യമൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ കൃപാസന മാതാവിലെ പ്രാർത്ഥിച്ചിട്ട് തന്നെ എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവർക്കും വിശ്വാസമാണ്. എൻ്റെ UK ഫാമിലീസിനാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും വിശ്വാസമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിലും അത് ത്രൂ കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. സങ്കീർത്തനം 16:5 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്, അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. മീനു ജോൺസൺ ഇവിടെ സാക്ഷ്യം പങ്കുവെച്ച് തൻ്റെ കൃതജ്ഞത ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ഇന്ന് ഈ മക്കൾ പ്രഘോഷിച്ചത്, എനിക്കിത് കിട്ടേണ്ട ഒരു ജോലിയല്ല, താൻ 300-ലേറെ. ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ അവിടെ മാസ്റ്റേഴ്സ് പഠിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്.
പക്ഷേ എനിക്ക് മാസ്റ്റേഴ്സ് ക്വാളിഫിക്കേഷനിലല്ല എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലത്തെ എൻ്റെ ഇന്ത്യൻ ബാച്ചിലേഴ്സ് ഓഫ് കൊമേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. എനിക്കിവിടെ ഓൾറെഡി മാസ്റ്റേഴ്സ് ഉള്ള ആളാണ്. UK പോയി എഗെയിൻ മാസ്റ്റേഴ്സ് എടുത്ത ആളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷനിലല്ല. ബിക്കോസ് ഞാൻ ആ സമയത്ത് എൻ്റെ ഇവിടുത്തെ മാസ്റ്റേഴ്സ് ഹൈഡ് ചെയ്തേക്കുമായിരുന്നു. അവിടുത്തെ മാസ്റ്റേഴ്സ് പഠിച്ച് തീർന്നിട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഇന്ത്യയിലത്തെ ഡിഗ്രി വെച്ചിട്ടാണ് എനിക്കവിടെ ജോബ് കിട്ടിയത്. എത്രയേറെ ആപ്ലിക്കേഷൻസൊക്കെ താൻ അയച്ചു എന്നും യാതൊന്നിനും ഒരു റിജക്ഷൻ പോലും തനിക്ക് വന്നില്ല. അതിൽ ഈ മകള് വിഷമിച്ചു എന്നാണ്. റിജക്ഷനായിട്ടെങ്കിലും വരണ്ടേ എന്ന്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെ തനിക്ക് ക്വാളിഫിക്കേഷൻ, താൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല തനിക്കിപ്പോൾ ഈ ജോബ് ലഭിച്ചിരിക്കുന്നത്. അത് UK മിലിറ്ററിയിൽ തനിക്ക് ജോലി ലഭിച്ച കാര്യം ഈ മകൾ പറയുമ്പോൾ അതൊരു ഇന്ത്യൻ സിറ്റിസണായ തനിക്ക് കിട്ടുക അതൊരിക്കലും കിട്ടാൻ യാതൊരു ചാൻസുമില്ല. എന്നാൽ തൻ്റെ സ്വപ്നത്തിൽ അമ്മ മാതാവിൻ്റെ കിരീടത്തിൽ തൻ്റെ എൻവലപ്പ്, അതായത് അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ടുള്ള എൻവലപ്പ് തനിക്ക് പല പ്രാവശ്യം കാണാൻ കഴിഞ്ഞു. അതായത് നിനക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്ന ദൈവം നീ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല, നാം ആഗ്രഹിക്കുന്ന രീതിയിലല്ല. നാം വിചാരിക്കും നമ്മുടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ, സമയങ്ങളിൽ അല്ല. അതൊന്നുമല്ല. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം തന്നെ പറയുക, അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഈ മകൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ വ്യക്തമാണ്. അത് കൂടുതലൊന്നും നാം പറയേണ്ട കാര്യമില്ല. തൻ്റെ ആത്മീയ ജീവിതം അത് എന്തുമാത്രമാണ് ഇന്ന് മാറിയിരിക്കുന്നത്. താൻ എങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു, എന്നാൽ ഇന്ന് താൻ ചോദിക്കുന്നതിനൊക്കെ തനിക്ക് ഉത്തരം ലഭിക്കുകയാണ്. തൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം മാറി. എത്രമാത്രം ഇന്ന് ആത്മീയ ജീവിതത്തിൽ തനിക്ക് വളരുവാൻ സാധിച്ചു. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തികൾ, കർത്താവിനെ മറ്റുള്ളവരിൽ കരുതിക്കൊണ്ട് അത് ഈശോയാണെന്ന് തന്നെ കരുതി താൻ എങ്ങനെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ തൻ്റെ സർവീസ് ചെയ്യുന്നു. അതൊക്കെ ഏറ്റവും വളരെ പ്രാധാന്യം അതിന് കൊടുക്കുന്നു താൻ എന്നുള്ളതാണ് ഈ മകൾ പറയുക. അങ്ങനെ ഇന്ന് യുവാക്കൾ തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുഷ്ടിപ്പെടുകയും ഈശോയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വഴിയായി ദൈവത്തെ തന്നെ കൈമാറുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.